ഇപ്പോൾ KSEB ഓഫീസേഴ്സ് അസോസിയേഷൻ നേതാവായിരുന്ന സുരേഷ് സാർ കൂടി ചേരുകയാണ്. സുരേഷ് സാർ, ഇന്നിപ്പോൾ വൈദ്യുതി മന്ത്രി വലിയ ഒന്ന് രണ്ട് ഉപദേശങ്ങൾ നാട്ടുകാർക്ക് നൽകി. ഒന്ന്, പിന്നെ ഇസ്തിരിപ്പെട്ടിയുടെ ഉപയോഗം കുറയ്ക്കണം, അതുപോലെ തന്നെ മറ്റ് ഉപകരണങ്ങളുടെ പകൽ സമയത്തുള്ള രാത്രി സമയത്തുള്ള ഉപയോഗം കുറയ്ക്കണം. ഇതൊക്കെ ഒന്ന് ചെയ്തു കഴിഞ്ഞാൽ ഉടനെ ഈ വൈദ്യുതി പ്രതിസന്ധി പരിഹരിക്കപ്പെടും എന്ന മട്ടിലാണ് അദ്ദേഹം പറയുന്നത്. പക്ഷേ ഈ എനർജി കൺസർവേഷൻ കൊണ്ട് മാത്രം പരിഹരിക്കാൻ കഴിയുന്ന ഒരു വിഷയമാണോ ഇപ്പോൾ കേരളത്തിൽ ഉള്ള ഈ പവർ കട്ട്, ഈ വൈദ്യുതി നിയന്ത്രണം? ഈ കഴിഞ്ഞ 10 വർഷം ഇത് ഇല്ലാതെ എങ്ങനെ കൊണ്ടുപോകാൻ LDF സർക്കാരിന് കഴിഞ്ഞു എന്നൊരു വിഷയം ഈ സർക്കാർ പഠനാർഹമാക്കേണ്ടതല്ലേ ശ്രീ സുരേഷ്? ഒന്ന്, കേരളത്തിലിപ്പോ ഒരു വലിയ പ്രതിസന്ധിയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് എല്ലാവർക്കും അറിയാം. വൈദ്യുതി മന്ത്രിക്കും അക്കാര്യം ഇപ്പൊ ഏകദേശം മനസ്സിലായിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വൈദ്യുതി ആസൂത്രണം എന്ന് പറയുന്നത് നമുക്ക് ലഭ്യമായ എല്ലാ സ്രോതസ്സുകളെയും പരമാവധി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഓരോ സമയത്തും വരാൻ സാധ്യതയുള്ള വൈദ്യുതി ഉപഭോഗം എത്രയാണ് എന്ന് അതിന്റെ ഡിമാൻഡ് നിശ്ചയിച്ച് അതനുസരിച്ച് ഡേ ഹെഡ് മാർക്കറ്റിൽ നിന്നും അതുപോലെ തന്നെ മിഡ് ഡേ മാർക്കറ്റിൽ നിന്നും ഒക്കെ വൈദ്യുതി ലഭ്യമാക്കുന്നതിനുള്ള ഇടപെടൽ നടത്തുന്ന ഒരു നിരന്തരമായി നടക്കുന്ന ഒരു പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടാണ് വൈദ്യുതി പ്രതിസന്ധി ഒഴിവാക്കുന്നത്. അല്ലാതെ ഒരു മാജിക് എന്ന രൂപത്തിലല്ല. അപ്പൊ കഴിഞ്ഞ 10 വർഷം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന്റെ കാലത്ത് ഉറക്കട്ടോ ലോഡ് ഷെഡിങ്ങോ ഇല്ലാതെ പോയത് ഈ പറയുന്ന രൂപത്തില് വെറുതെ എളുപ്പത്തിൽ നടന്നൊരു കാര്യമല്ല. അതിനകത്ത് നടത്തിയിട്ടുള്ള വലിയൊരു ഇടപെടലുകളുടെ ഭാഗമായിട്ടാണ്. ഓരോ ദിവസവും വേണ്ടിവരുന്ന വൈദ്യുതി ആവശ്യകത എത്രയാണ് എന്ന് തലേദിവസം കണക്കാക്കി അവിടെ ഉണ്ടാകുന്ന ചെറിയ ഷോർട്ടേജ് പോലും പരിഹരിച്ചുകൊണ്ടാണ് ഈ പ്രശ്നം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പൊ അതിനകത്ത് പലതരത്തിലുള്ള പ്ലാനിങ്ങിന്റെ ആവശ്യം വരും. ടേം പ്ലാനിങ് വേണ്ടി വരും. അതുപോലെ തന്നെ ഡേ ഹെഡ് മാർക്കറ്റിൽ നിന്നും കണ്ടിജൻസി മാർക്കറ്റിൽ നിന്നും എത്ര വൈദ്യുതി വാങ്ങണം എന്നത് സംബന്ധിച്ച് തീരുമാനിക്കേണ്ടി വരും. ഇത്തരത്തിൽ നിരന്തരമായി നടക്കുന്ന ഒരു പ്രോസസ്സിന്റെ ഭാഗമായിട്ടാണ് വൈദ്യുതി മേഖല നമുക്ക് കാര്യക്ഷമമായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുക. അക്കാര്യത്തിൽ കഴിഞ്ഞ 10 വർഷവും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് കൃത്യമായി ഇടപെടാനും പരിഹാരങ്ങൾ കണ്ടെത്താനും ജനങ്ങൾക്ക് പ്രയാസമില്ലാതെ ഈ കാര്യം മുന്നോട്ട് കൊണ്ടുപോകാനും കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ എനർജി സർപ്ലസ് വരുന്ന രൂപത്തില് അധിക ആസൂത്രണത്തിലേക്ക് പോകാതെ, അങ്ങനെ പോകുമ്പോൾ സ്വാഭാവികമായിട്ട് അത് ജനങ്ങളുടെ മേലെ വലിയ ബാധ്യത ഏറ്റെടുക്കുന്ന അവസ്ഥ ഉണ്ടാവും. അങ്ങനെ പോകാതെ കാര്യങ്ങളെ കൊണ്ടുപോകാനും കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് പവർ കട്ടോ ലോഡ് ഷെഡിങ്ങോ ഇല്ലാതെ പോകാൻ കഴിഞ്ഞത്. എന്നാൽ അത്തരത്തിലുള്ളൊരു ആസൂത്രണ പ്രക്രിയയിൽ ഇപ്പോ എന്തൊക്കെയോ കുഴപ്പങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് തന്നെയാണ് ഇപ്പോ കാണാൻ കഴിയുക. അപ്പം കഴിഞ്ഞ ദിവസം സോളാർ വൈദ്യുതിക്ക് 2.95 വെച്ച് വാങ്ങാൻ കിട്ടിയത് ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് വൈദ്യുതി വാങ്ങിയത് എന്ന നിലയിലൊക്കെയുള്ള ചില അഭിപ്രായ പ്രകടനങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ വരികയും ചെയ്യുന്നുണ്ട്. വസ്തുതാപരമായി സോളാർ വൈദ്യുതിക്ക് ഇപ്പോ ദേശീയ മാർക്കറ്റിൽ വൈദ്യുതി വില കുറവാണ്. കാരണം പകൽ സമയത്ത് നമുക്ക് വലിയ രൂപത്തിൽ സോളാർ ലഭ്യമാകാൻ, പക്ഷെ വൈകുന്നേര സമയങ്ങളിൽ നമുക്ക് വൈദ്യുതി ലഭ്യമല്ല. പകൽ കിട്ടുന്ന വൈദ്യുതി കൊണ്ട് വൈകുന്നേരം നമുക്ക് ഉപയോഗിക്കാൻ കഴിയില്ല. അപ്പം വരുമ്പോ അതനുസരിച്ചിട്ടുള്ള എന്താ പറയാ വിവിധ ജനറേറ്റേഴ്സുമായി ചർച്ച ചെയ്ത് ലഭ്യമാകുന്ന സാധ്യതകൾ മുഴുവൻ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വൈദ്യുതി ആസൂത്രണം ചെയ്യുക എന്ന് പറയുന്ന ഒരു പ്രോസസ്സിലേക്ക് വൈദ്യുതി ബോർഡ് കടക്കേണ്ടതുണ്ട്. അതിനാവശ്യമായുള്ള നടപടി ഗവൺമെന്റ് തലത്തിലും ഉണ്ടാവേണ്ടതുണ്ട്. പക്ഷെ അക്കാര്യത്തിൽ ഗവൺമെന്റിന്റെ ഇടപെടൽ ഫലപ്രദമാവുന്നില്ല എന്നത് തന്നെയാണ് യഥാർത്ഥത്തിൽ ഇന്നത്തെ ഒരു പ്രതിസന്ധിയിലേക്ക് നയിക്കുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. തീർച്ചയായും ഈ പറഞ്ഞതുപോലെ ഇസ്തിരിപ്പെട്ടി ഉപയോഗിക്കുക, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഫ്രിഡ്ജ് ഓഫാക്കി ഇടുക തുടങ്ങി ഒട്ടേറെ നടപടികൾ സ്വീകരിക്കണം എന്ന് പറയുന്നത് താൽക്കാലികമായി ചില സമയങ്ങളിൽ നമുക്ക് ഗുണകരമായിരിക്കും എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. പക്ഷെ അതാണ് പരിഹാരം. നിങ്ങൾ ഉപകരണം ഉപയോഗിക്കാതിരിക്കലാണ് പരിഹാരം എന്ന് പറയാൻ കഴിയില്ല. ഉപയോഗം എപ്പോ ചെയ്യണം എന്ന കാര്യത്തിനകത്ത് ചില പറയാ ജനങ്ങളുടെ ഭാഗത്തു നിന്നുള്ള ചില സഹായകരമായ നിലപാടുകൾ ഈ പ്രതിസന്ധി തൽക്കാലം പരിഹരിക്കുന്നു. ഇപ്പം പകൽ സമയത്ത് നിങ്ങൾക്ക് ഇസ്തിരി ഇടാനുള്ളതൊക്കെ നിങ്ങൾ പകൽ സമയത്ത് ചെയ്യൂ. അതുപോലെ തന്നെ വൈകുന്നേര സമയങ്ങളിൽ നിങ്ങൾ 2-3 മണിക്കൂർ നേരം ഫ്രിഡ്ജ് ഓഫ് ആക്കി ഇടും തുടങ്ങിയിട്ടുള്ള ചില ടിപ്പുകൾ, ചില സഹകരണങ്ങൾ ജനങ്ങളുടെ ഭാഗത്തു നിന്ന് അഭ്യർത്ഥിക്കുന്നതിൽ തെറ്റൊന്നുമില്ലാന്ന് തോന്നുന്നു. പക്ഷെ അതുകൊണ്ടല്ല പ്രശ്നങ്ങൾ പരിഹരിച്ച് കളയാം. അതാണ് ഈ രൂപത്തിലൊരു പ്രശ്നത്തിലേക്ക് എത്തിച്ചത് എന്ന നിലയ്ക്ക് പറയാൻ കഴിയുന്ന സാഹചര്യമല്ല ഉള്ളത്. തീർച്ചയായും ജനങ്ങളുടെ സഹായം ഇത്തരം ഒരു ഘട്ടത്തിൽ ഉണ്ടാവേണ്ടതും, പക്ഷെ ജനങ്ങളുടെ സഹായം ഉണ്ടാകുക എന്നതിനപ്പുറത്തേക്ക് ഇക്കാര്യത്തെ കൃത്യമായി മനസ്സിലാക്കാനും അതിനനുസരിച്ച് കാര്യങ്ങൾ
ആസൂത്രണം ചെയ്യാനും ഗവൺമെന്റിന് കഴിയണം. അത് കഴിയുന്നില്ല എന്നതാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രതിസന്ധിയുടെ യഥാർത്ഥ കാരണം എന്നാണ് എനിക്ക് തോന്നുന്നത്. നന്ദി ശ്രീ സുരേഷ് പ്രതികരിച്ചു.